വിവാദങ്ങൾ ഒഴിവാക്കാൻ പൂരം നടത്തിപ്പിൽ ജാഗ്രത പുലർത്തി സർക്കാർ. ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത്തവണ പൂരം വെടിക്കെട്ട് കാണാൻ കഴിയും. മുൻകൂർ അനുമതിയില്ലാത്ത ആംബുലൻസുകൾ പൂരനഗരിയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെയുള്ള മന്ത്രി കെ രാജന്റെ ഒളിയമ്പ്. ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ രാമനിലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ചർച്ചയായി. പരാതിരഹിത വിവാദരഹിത പൂരം ഉറപ്പാക്കാൻ വലിയ മുന്നൊരുക്കങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയതായി മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. പൂരനഗരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിന്റെയോ ചിഹ്നങ്ങൾ പാടില്ലെന്നും മന്ത്രി. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിവിലേഖകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കോട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. രാത്രി പൂരത്തിന് ഇത്തവണ ആളുകളെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയില്ലെന്നും സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാനാകുമെന്നും മന്ത്രി കെ രാജൻ. മുൻകൂർ അനുമതിയില്ലാത്ത ആരുടെയും ആംബുലൻസുകൾ പൂരപ്പറമ്പിലേക്ക് കടത്തിവിടില്ലെന്ന് മന്ത്രിയുടെ ഒളിയമ്പ്. നമ്മുടെ രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ശേഷം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ബാരിക്കേഡ് തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നത് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതയായിട്ട് പൊതുവിൽ ആലോചിച്ചു. 2 ചില്ലിൽ തന്നെ DMOയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട്. ലോക മലയാളികൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരം ചൊവ്വാഴ്ച. 24 തൃശൂർ.